BJPയുടെ ഈ വോട്ട് ചേർക്കലിനെ കുറിച്ച് പറയാനുള്ളത്, അവർക്ക് ഇവിടെ 1-2 മണ്ഡലം വിജയിക്കണമായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അവരുടെ ഒരു കണക്കൂട്ട്. 2 മണ്ഡലം എന്നുള്ളതാണ് അവർ തീർച്ചയായും വിജയിക്കും എന്നുള്ളത്. പിന്നെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അവർ ആറ്റിങ്ങൽ മണ്ഡലത്തെ കൂടി തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നീട് ആറ്റിങ്ങൽ കൂടി അതിൻ്റെ കൂടെ ചേർക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പോൾ അത് അവർക്ക് ഉറപ്പുള്ള മണ്ഡലമായിരുന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവരവിടെ നടത്തി. പക്ഷേ കാലേ കൂട്ടി വോട്ട് ചേർക്കലും മറ്റു പരിപാടികളും എല്ലാം നടന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ്. അപ്പോൾ തൃശ്ശൂർ അവർക്കൊരു ഗ്രാൻഡ് പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വോട്ട് ചേർക്കലാണ് നടന്നിട്ടുള്ളത്. അത് ഇത് കേരളത്തിലെ BJP മാത്രം ചെയ്യുന്ന പണിയാണോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാദേശികമായി ഇപ്പോൾ മറ്റേ ചില തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പോലും നമ്മൾ കാണാറുള്ളതാണ് വോട്ട് ഇപ്പുറത്ത് കൊണ്ട് ചേർത്തിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് കാലേ കൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. ഇവിടെ BJP അത് ചെയ്തിട്ടുണ്ട്. ആത്യന്തികമായി അതിൽ ധാർമ്മികമായ ഒരു പിശകുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരുടെയാണ്, സുരേഷ് ഗോപിയുടെ വീട്ടുകാരെല്ലാം വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരാളൊരു സ്ഥലത്ത് മത്സരിക്കുകയാണെങ്കിൽ എല്ലാവരും അവിടെ പോയി വോട്ട് ചെയ്യുന്ന രീതി കേരളത്തിൽ ഇല്ല. പല സ്ഥാനാർത്ഥികൾക്കും അവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വോട്ടില്ല. സ്ഥാനാർത്ഥികൾക്ക് തന്നെ ഇല്ല. കാരണം അവരുടെ വോട്ട് ചിലപ്പോൾ അവരുടെ വീടിരിക്കുന്നിടത്തായിരിക്കും. അവസാന ഘട്ടമായിരിക്കും പാർട്ടി തീരുമാനിച്ച് വേറൊരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നത്. അവർക്ക് ചിലപ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല. കാരണം അതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവിടെ കേരളത്തിൽ BJPക്ക് ഇല്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് തോന്നുന്ന ഒരു ഘടകം.